കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫിലോട്ട് പച്ച വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഉണക്കമുളക്, മല്ലി, പട്ട വറുത്ത് പൊടിച്ചതും കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞപ്പൊടി, മുളകും പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം കുറച്ച് വേപ്പില അതിന് മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് കുക്കറിലോട്ട് മാറ്റാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 2 വിസിൽ ചെയ്യാൻ വേണ്ടി വെക്കാം. ബീഫ് വേവുമ്പോഴേക്കും നമുക്ക് പൊടികളൊന്ന് വറുത്ത് വെക്കാം. മഞ്ഞപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ബീഫ് മസാല ഒന്ന് വറുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ചിരകിയ തേങ്ങ അതും ഒന്ന് വറുത്ത് അരച്ച് മാറ്റി വെക്കുക. ബീഫ് വേവിക്കാനുള്ള പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില, ബേ ലീഫ്, പച്ചമുളക്, തേങ്ങാക്കൊത്തും, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വെന്ത ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, വേപ്പില, ഉണക്കമുളക്, നല്ല ജീരകം ചേർത്ത് താളിച്ച് കൊടുത്താൽ